നമസ്കാരം. അഘോരവിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഘോരവിഷൻ ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള അക്ഷയ തൃതീയാണ് ഇപ്രാവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അത് ശുഭമായിട്ട് തന്നെ ജീവിതത്തിൽ ഭവിച്ചുകൊണ്ടിരിക്കും. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. ഒപ്പം ലൈക്കും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അക്ഷയ തൃതീയ നാളിൽ സർവസിദ്ധാർത്ഥ യോഗവും ശോഭന യോഗവും രവി യോഗവും ഉണ്ടാകും. ഈ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ 5 രാശിക്കാർക്ക് ഗുണം ചെയ്യും. ആ 5 രാശിക്കാര് ആരൊക്കെയാണെന്നും അതിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ഏത് രാശിക്കാരാണെന്ന് നോക്കാം. ആ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലം ഉണ്ടാവുക. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും കുടുംബപരമായും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് വിജയം ലഭിക്കും. നിക്ഷേപത്തിനും നല്ല സമയമാണ്. രണ്ടാമതായിട്ട് വരുന്നത് കർക്കിടക രാശിക്കാരാണ്. കർക്കിടക രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കുക. പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ വിജയിക്കും. ഒരുപാട് വർഷങ്ങളായിട്ട് കുടുങ്ങിക്കിടക്കുന്ന പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ഉള്ള സമയം കൂടിയാണ്. സ്വർണവും വെള്ളിയും വാങ്ങുന്നത് നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ നൽകും. അടുത്തതായിട്ട് തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലം ലഭിക്കാൻ പോകുന്നത്. തുലാം രാശി പെട്ടെന്ന് ഒരു പുതിയ വരുമാന മാർഗം സൃഷ്ടിക്കപ്പെടുകയും പുതിയ വാഹനമോ വീടോ വാങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. പണം ലാഭിക്കാൻ ഒരു വലിയ ലാഭം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം. മാത്രമല്ല കുടുംബാന്തരീക്ഷം പൊതുവെ നന്നായിരിക്കും ഈ കൂട്ടരുടെ. അടുത്തതായിട്ട് മകരം രാശിയാണ്. മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലം ലഭിക്കാൻ പോകുക. കൂടുതലായിട്ടും ഈ രാശിക്കാർക്ക് ഈ നക്ഷത്രക്കാർക്കായിരിക്കും ലഭിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. എല്ലാവർക്കും ഒരേപോലെ ലഭിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കുറച്ച് ആൾക്കാർക്ക് ഇത് എന്തായാലും ലഭിക്കും. പുതിയ ജോലി അല്ലെങ്കിൽ ബിസിനസ് ആരംഭിക്കുന്ന നല്ല സമയമാണ് നിങ്ങൾക്ക്. ഏതെങ്കിലും നിങ്ങളുടെ ജോലി മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ ഈ സമയത്ത് അനുയോജ്യമായ സമയം കൂടിയാണ്. എന്ത് കാര്യങ്ങളും അതിവേഗത്തിൽ നടക്കാൻ പറ്റിയ കാലഘട്ടം കൂടിയാണ് ഈ മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ച് ഈ ഒരു അക്ഷയ തൃതീയ ദിനത്തിൽ പറയാനുള്ളത്. അടുത്തായിട്ട് കുംഭം രാശിയാണ്. കുംഭം രാശിയിൽ വരുന്ന ചതയം, പൂരോരുട്ടാതി നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലം ലഭിക്കാൻ പോകുന്നത്. കുടുംബകാര്യങ്ങളിൽ കുടുംബത്തിൽ ഒരാൾക്ക് സാമ്പത്തിക ലാഭം സ്വയം ലഭിച്ചേക്കാം. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കൊക്കെ നല്ല ലാഭം കൊയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ അക്ഷയ തൃതീയയോട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്രതീക്ഷിത ധനലാഭം, അപ്രതീക്ഷിത സ്വത്തുക്കൾ, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുകയും മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അത് പ്രതീക്ഷിക്കാതെ കിടക്കുന്ന ധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. കുടുംബ ബന്ധങ്ങളിലൊക്കെ നല്ലൊരു ഉണ്ടാവുന്ന സമയം കൂടിയാണ്. ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അതുപോലെ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും പറ്റിയ സമയം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. അപ്പോൾ വരാൻ പോകുന്ന അക്ഷയ തൃതീയയോട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ നമ്മൾ ഈ 14 നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞത്. അതായത് 5 രാശിയിൽ വരുന്ന 14 നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ വീഡിയോയിൽ ഒരു കാര്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ വീഡിയോ റീച്ച് കൂട്ടാനൊന്നും ശ്രമിക്കാറില്ല. കാരണം ഇതിൽ എല്ലാവർക്കും ഒരേപോലെ ഫലം ലഭിക്കണമെന്നില്ല. ഒരുപാട് ആൾക്കാർക്ക്, ഒരേ നക്ഷത്രത്തിൽ പിറന്ന ഒരുപാട് ആൾക്കാർക്ക് ഗുണം ലഭിച്ചേക്കാം. കുറച്ച് ആൾക്കാർക്ക് ആ ഗുണം ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ തീരെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് കിട്ടാതെ വരിക, നല്ല ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ആ ഒരു ഉദ്ദേശിച്ച
ഫലത്തിലേക്ക് എത്തുന്നില്ല, കൈയെത്തും ദൂരത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ വല്ലതും? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ സാമ്പത്തികമായി നിരന്തര നഷ്ടം വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബിസിനസ് തുടങ്ങിയാലും അതിൽ പരാജയപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അത് കുറച്ച് നിങ്ങൾ വിജയിച്ചു വന്നു, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് താഴോട്ട് വന്ന് ഇറങ്ങിയോ നിങ്ങൾ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നല്ലൊരു അസ്ട്രോളജറെ നിങ്ങൾ നിങ്ങളുടെ ജാതകം കാണിക്കണം. ജാതകം ഇല്ലാത്തവർ, ഡേറ്റ് ഓഫ് ബർത്ത് അറിയുന്നവർ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടുപോയി കാണിച്ച് അത് വിശദമായി പരിശോധിപ്പിച്ച് എവിടെയാണ് നിങ്ങൾക്ക് ആ പോരായ്മ വരുന്നത്, നിങ്ങളെ ബാക്കോട്ട് പിടിച്ചു വലിക്കുന്ന എനർജി എന്താണ്, ആ നെഗറ്റീവ് എനർജി എന്താണ് എന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് തക്കതായ പരിഹാരം നൽകിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ പൊസിഷൻ വേറെ ലെവലായിരിക്കും. നിങ്ങൾ വേറെ ലെവലിലെത്തും. പക്ഷെ അതിനാരും ശ്രമിക്കാറില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതം എന്നും ഒരു നിരാശാജനകമായിട്ട് പ്രായമായി അങ്ങനെ കഴിച്ചു കൂട്ടി അവസാനം മരണത്തിലേക്ക് പോകുന്നവര്. അപ്പൊ നമ്മളുള്ള കാലം നമ്മൾ നന്നായി ജീവിക്കുക. മനുഷ്യന്റെ ആയുസ് ആർക്കും തിട്ടപ്പെടുത്താൻ ഇന്നത്തെ കാലത്ത് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളുള്ള കാലം പരമാവധി നന്നായി ജീവിക്കാൻ ശ്രമിക്കുക, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക. സന്താനങ്ങളും കുടുംബങ്ങൾക്കുമായി സന്തോഷത്തോടെ ജീവിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിന് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് നിങ്ങൾ ഇത് തക്കതായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സംശയം വേണ്ട, നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കും. ഇനി ഈ ഡേറ്റ് ഓഫ് ബർത്തോ ജാതകവും ഇല്ലാത്തവർ നിങ്ങളുടെ പേരും നക്ഷത്രം ഉണ്ടെങ്കിൽ നക്ഷത്രം അല്ലെങ്കിൽ വീട്ടുപേര് വെച്ച് നിങ്ങളൊരു പ്രശ്നം വെക്കണം, പ്രശ്നം വെപ്പിക്കണം. ആ പ്രശ്നത്തിലൂടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബാക്കിൽ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന എനർജി എന്താണ്, ആ നെഗറ്റീവ് എനർജി എന്താണ്, അത് കണ്ടെത്തിയിട്ട് ഒരു നല്ലൊരു അസ്ട്രോളജർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും. അത് കണ്ടെത്തിയിട്ട് അതിന് തക്കതായ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ ലൈക്കും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.